ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ചൂട് കാലത്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു വ്യത്യസ്തമായ രുചിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ മുന്തിരി ജ്യൂസ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങാറാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മുന്തിരി കൂടി. അപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള ആ ഒരു മുന്തിരി മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അതിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സാധാരണ മുന്തിരി, അതായത് മധുര മുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തയ്യാറാക്കരുത്. ജ്യൂസ് മുന്തിരിയിൽ തന്നെ നമ്മളൊന്ന് തയ്യാറാക്കിയേക്കണം. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളത്തിന് 250 ഗ്രാം അളവിൽ തന്നെ മുന്തിരി ധാരാളം മതിയാവും. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലിട്ടൊരു നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ മുന്തിരി ജ്യൂസ് തയ്യാറാക്കുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ മുന്തിരി ജ്യൂസ് കിട്ടുന്നത്. ചിലർക്കെങ്കിലും ഈ ഫ്രഷ് ആയിട്ടുള്ള മുന്തിരിയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന സമയത്ത് ഈ ചുണ്ടിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കുരുവൊക്കെ നല്ലതുപോലെ ഒന്ന് അടിഞ്ഞു വരുമ്പോഴാണ് അങ്ങനത്തെ ആ ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സംഭവം ഒന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് അതുണ്ടാവില്ല. നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഇങ്ങനെ വെന്ത് തുടങ്ങിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് പിന്നീട് നമുക്ക് വേണ്ടതാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതിനനുസരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഒരു 2 ഏലക്കയും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആകെ കൂടി ഒരു 2 മിനിറ്റ് മാത്രം നമ്മളിതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അതായത് വെള്ളം തിളച്ച് തുടങ്ങിയതിന് ശേഷം ഒരു 2 മിനിറ്റ്. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളമൊക്കെ ലൈറ്റായിട്ടൊന്ന് വറ്റിയും തുടങ്ങും. ഒരുപാട് വറ്റി പോകാൻ പാടില്ല. ഒരു 1/4 കപ്പ് അളവിൽ മാത്രം ഒന്ന് വറ്റി കിട്ടിയാൽ മതിയാവും. ഇതാ ഇപ്പം തന്നെ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിതെല്ലാം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട്. നമ്മുടെ ഈ മുന്തിരിയിലുള്ള കളറെല്ലാം ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ മാത്രം നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടാണ്. ഈ ചൂടൊന്ന് മാറി റൂം ടെമ്പറേച്ചറിലേക്കൊന്നാകട്ടെ. നമ്മുടെ മുന്തിരിയെല്ലാം നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം പിന്നീട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. കാരണം ഇതിലേക്ക് ഇനി ഐസ് ക്യൂബ്സ് ചേർക്കാനായിട്ട് നിൽക്കണ്ട. കാരണം നമ്മൾ ഫസ്റ്റിലെ ഇതിലേക്ക് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ വീണ്ടും ഐസ് ക്യൂബ്സ് ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കൊഴുപ്പ് അങ്ങ് നഷ്ടപ്പെടും. അതിൻ്റെ പേരിൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പകുതി അളവിലുള്ള നാരങ്ങയുടെ ജ്യൂസും കൂടി. നമ്മൾ നേരത്തെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പകുതി നാരങ്ങ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം നമ്മുടെ മുന്തിരിയുടെ ആ ഒരു കുരുവൊക്കെ ഉണ്ടാവും. അരിച്ചതിന് ശേഷം നല്ല സൂപ്പറായിട്ടൊരു ഗ്ലാസ്സിലേക്കും സെർവ് ചെയ്യാം. ഇതുപോലെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് എല്ലാം തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.